സർ നമസ്കാരം. നമസ്കാരം സർ, കേരളത്തിൽ ഒരു വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ. അതായത് സത്യം പറഞ്ഞാൽ സാറ് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എനിക്ക് അങ്ങയോടാണ് ആദ്യം ചോദിക്കേണ്ടത്. അങ്ങയുടെ നഗരസഭ അല്ലെങ്കിൽ അങ്ങയുടെ കോർപ്പറേഷൻ നാറ്റസഭയായോ? അത് ഈ നഗരസഭ കേരളത്തിലെ ഏറ്റവും നല്ല നഗരസഭയായി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ. കഴിഞ്ഞ 40 വർഷമായി ഈ തിരുവനന്തപുരം ആഗ്രഹിച്ച പലതും ചെയ്യാനായിട്ട് വി രാജേഷ് എന്ന മേയർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇതിനെ തടുക്കാൻ ഇതൊരു നഗരസഭയല്ല നാട്ടുസഭയാണെന്ന് വരുത്തി തീർക്കാനായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് LDF വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UDF ഇല്ലേ? അത് കണ്ടുകൊണ്ട് ഇപ്പോൾ UDFും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നാടകീയ രംഗങ്ങൾ അത് LDF ഒന്ന് മാറി നിന്ന് കൊടുത്തു. UDF രംഗം വളരെയധികം കൊഴുപ്പിച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ അവർക്ക് അവമതിപ്പാണ് അതിൽ ഉണ്ടായത് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല. പലരും ചോദിക്കുകയാണ്, എന്തിനാണ് കോൺഗ്രസ് പ്രത്യേകിച്ച് ശബരിനാഥനെ പോലൊരാൾ ഇത്ര ആക്രോശിച്ചുകൊണ്ട് വന്ന് അവിടെ സീനുണ്ടാക്കേണ്ടത്? ഒപ്പിടാൻ ബുക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ മേയറുടെ ഓഫീസിൽ ചെന്നാൽ ഒപ്പിടാമെന്നുള്ളേ ഉള്ളൂ. പക്ഷേ ക്യാമറകളുടെ മുമ്പിൽ വെച്ച് അത്തരം ഒരു സീൻ ഉണ്ടാക്കണം എന്ന് ശബരിനാഥനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അത്തരം ഒരു സീൻ അദ്ദേഹത്തിന് പോകാതിരിക്കാവുന്നതായിരുന്നു മാന്യത. അത്രയും ബുദ്ധിയില്ലാത്ത ഒരാളാണ് ശബരിനാഥൻ. ചില സമയങ്ങളിൽ നമ്മുടെ ബുദ്ധി വേണ്ടത്ര പ്രയോഗിക്കാൻ സമ്മർദ്ദങ്ങൾ മൂലം കഴിയാതെ വരും. കാരണം ശബരിനാഥന് ഒരു നല്ലൊരു ഇമേജ്, ഇപ്പം രാജേഷിനെ പോലെ തന്നെ നല്ലൊരു ഇമേജ് ഉള്ള ഒരാളാണ് ശബരിനാഥ്. കേരളത്തിൽ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ, അതായത് തിരുവനന്തപുരം മാത്രം ഒതുങ്ങുന്നല്ല ശബരിനാഥ്. അദ്ദേഹം കേരളത്തിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ വൈഫും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഉണ്ടായത് അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. അദ്ദേഹം ഇത്രയും തറ അടിഞ്ഞുള്ള ഒരു അഭിനയവും കാര്യങ്ങളുമാണ് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചത്. ശരിക്കും അത് ശരിയാണോ സാർ അങ്ങനെ ചെയ്യുന്നത്? അത് അദ്ദേഹത്തിന് വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ പലരും അദ്ദേഹത്തിനോട് ഉപദേശിക്കുന്നുണ്ട്. പത്രമാധ്യമങ്ങളടക്കം ഇന്നത് അടക്കം പറഞ്ഞിരുന്നത് പരസ്യമായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും ശബരിനാഥിന് ദീപക്കാണ് 29 പേരുടെ പിന്തുണയുള്ള പ്രതിപക്ഷമൊന്നും ഇല്ല നഗരസഭയിൽ, എങ്കിൽ പോലും പ്രതിപക്ഷത്തിൻ്റെ ഒരു റോളിൽ അഭിനയിക്കേണ്ടത് ദീപക്കാണ്. പക്ഷെ ദീപക്ക് പോലും പാലിക്കുന്ന മിതത്വം ശബരിനാഥ് പാലിച്ചില്ല എന്നുള്ളതാണ്. ദീപക്ക് ഈ ഗുസ്തികളെല്ലാം നടന്നിട്ടും ദീപക്ക് വളരെ കൺട്രോൾഡായിട്ടാണ് നിന്നത്. ദീപക്കിൻ്റെ പ്രവർത്തനങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു പ്രശ്നം വരുന്ന വിധത്തിൽ അദ്ദേഹം കാണിച്ചിട്ടില്ല. അദ്ദേഹം വളരെ സംസാരിക്കുന്നത് ചില തെറ്റുകൾ ഇങ്ങനെ സംഭവിക്കുന്നു, അങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതല്ലാതെ ഒരു ആക്രോശിക്കുന്ന ദീപക്കിനെ നമ്മളിതുവരെ ക്യാമറയ്ക്ക് മുമ്പിൽ കണ്ടില്ല. പക്ഷേ ഇപ്പം ശബരിനാഥ് ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നു. അതെന്തിന് അദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചെയ്താലേ ഈ നഗരസഭയിൽ ഞങ്ങൾക്ക് മേൽക്കൈ കിട്ടുമെന്ന് ആരോ അദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ യഥാർത്ഥ പ്രതിപക്ഷം ഞങ്ങളാണെന്ന് വരുത്തണം. അപ്പം CPM അതിനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. CPM ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, കോൺഗ്രസ്, അതായത് ശിവൻകുട്ടിക്ക് ഒരു പ്രത്യേക പേര് കിട്ടി. അതായത് CPMൻ്റെ ഒരു താമര വിരിഞ്ഞ നിയമത്ത് വീണ്ടും ശിവൻകുട്ടി വന്നത് അട്ടിമറിച്ചു എന്ന് കുറേ നാൾ ആ പേരിലാണ് അദ്ദേഹം വിലസിയത്. മനസ്സിലായില്ലേ? അത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ വളരെ ഇമ്പ്രഷൻ ഉണ്ടാക്കിയൊരു കാര്യമാണ്. ശിവൻകുട്ടിയോട് പറയുമ്പോൾ ഒരു പ്രത്യേക ഇമേജ്, ആ ഇമേജ് പ്രതീക്ഷിച്ചാണ് ഒരുപക്ഷെ കരുണാകരൻ്റെ പുത്രൻ K മുരളീധരനോട് മത്സരിക്കാൻ പോയത്. പക്ഷേ അത് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു ഡ്രോബാക്കിൽ നിന്ന് അദ്ദേഹത്തിന് മുക്തിയാകാനും കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെ പോകാൻ പാടില്ലായിരുന്നു. അദ്ദേഹം വേറൊരാളെ നിർത്തി മത്സരിപ്പിക്കുന്നത്. ആ ഡ്രോബാക്കാണ് അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിലും വന്നത്. വെറും 5000 അടുപ്പിച്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു. പക്ഷെ അതല്ല, അദ്ദേഹത്തിന് ഈ കൊടുങ്കാറ്റ്, UDFൻ്റെ കൊടുങ്കാറ്റ് വീശുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ 10-25,000 വോട്ടിന് വിജയിക്കേണ്ട ഒരാളാണ്. അതിനുള്ള ബേസ് അദ്ദേഹത്തിന് അവിടെ ഉണ്ട്. ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് ഒരു LDF മണ്ഡലമല്ല. ഇതിനു മുമ്പ് ഈസ്റ്റ് തിരുവനന്തപുരം എന്ന് പറഞ്ഞ മണ്ഡലമായിരുന്നപ്പോഴും അതൊരു LDF മണ്ഡലമല്ല. അത് വിജയകുമാർ എന്ന് പറഞ്ഞൊരു സ്പീക്കറായിരുന്ന വിജയകുമാറിനെ പോലൊരാളുടെ വ്യക്തിത്വം കൊണ്ട് അത് പിടിച്ചിറക്കി. അതുപോലെ തന്നെ പ്രശാന്ത് അയാളുടെ ഒരു വ്യക്തിത്വം കൊണ്ട് പിടിച്ചടക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു UDF മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഈ കൊടുങ്കാറ്റ്, ന്യൂനപക്ഷ കൊടുങ്കാറ്റും UDF കൊടുങ്കാറ്റും നിൽക്കുന്ന ഈ സമയത്ത് പിണറായി വിരുദ്ധ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ തീർച്ചയായിട്ടും മുരളീധരൻ അദ്ദേഹത്തിൻ്റെ അന്തസ് നിലനിർത്തുന്ന ഒരു വിജയമാണോ നടത്തിയതെന്ന് ചോദിച്ചാൽ അല്ലാന്നേ ഞാൻ പറയുള്ളൂ. കാരണം 25,000-ൽ കുറയാത്തൊരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കാമായിരുന്നു. അദ്ദേഹത്തിന് വന്ന ഡിഫക്റ്റ് ഇതാണ്. അദ്ദേഹം സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കാൻ പോയി. വട്ടിയൂർക്കാവ് നേമത്ത് അതുപോലെ തന്നെ അവിടെ താമര വിരിയിക്കാതിരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കാൻ പോയി. അതൊക്കെ അദ്ദേഹത്തിന് ദോഷം ചെയ്തിട്ടുണ്ട്. ആ ദോഷം അദ്ദേഹത്തിന് ഇനി മാറ്റിയെടുക്കണമെങ്കിൽ തന്നെ കുറച്ച് ടൈം എടുക്കും.
ഇതുപോലൊരു ദോഷത്തിലേക്കാണ് ശബരിനാഥ് ഇപ്പോൾ പോകുന്നത്. ശബരിനാഥിന് ഒരുപക്ഷെ അരുവിക്കര നിന്നിരുന്നെങ്കിൽ അരുവിക്കര അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു അവസരം നഷ്ടപ്പെട്ടു. ഇപ്പോൾ രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിൻ്റെ തൂങ്ങുന്ന ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ മാത്രമാണ്. ശ്രീലേഖ IPSന് വന്ന ഒരു ഇമേജ് ഫോൾ ഒരു പക്ഷേ ശബരിനാഥിനും വന്നുകൂടെ. ഞാൻ നോക്കിയിടത്തോളം ശ്രീലേഖ മുൻ IPS വളരെ സിൻസിയറായിട്ട് നിന്നിരുന്ന ഒരാളാണ്. പക്ഷേ അവരെ ടാർണിഷ് ചെയ്യുന്ന വിധത്തിലേക്ക് അവരുടെ ചില വർത്തമാനങ്ങളും ചില സംസാരങ്ങളും ഇല്ലാതാക്കി. പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ പോയി പൊടാപുല്ലേ പോലീസ് എന്നൊരു DGP പറഞ്ഞതിന് ഒത്തിരി പേര് ചോദ്യം ചെയ്യുന്നു. കാരണം ആവശ്യമുള്ളതായിരുന്നെങ്കിൽ പോലും, രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ആകാമെങ്കിൽ പോലും, ഒരു മുൻ DGP അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ റേഞ്ച് മോശമായി. അതേപോലെ ഒരു സംഭവം ഇപ്പോൾ ഇവിടെ നമ്മുടെ ശബരിനാഥിന് സംഭവിച്ചു. ശബരിനാഥ് മുയലിനെ പോലെ ഇരുന്നിട്ട് സിംഹത്തെ പോലെ ഗർജിക്കുമ്പോൾ അത് മുയലും അല്ല സിംഹവും അല്ലാതായിപ്പോയി. ആ ഒരു പ്രശ്നം സാർ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ പേരുകേട്ട ഒരു നഗരസഭയാണ് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. കാരണം കേന്ദ്രത്തിൽ വരെ ഞെട്ടി നിൽക്കുകയാണ് ഒരു തിരുവനന്തപുരം ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു നഗരസഭയായി മാറിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ആ നഗരസഭ ഇപ്പോൾ ഈ BJPയുടെ ഈ നഗരസഭ വീഴുമോ? തീർച്ചയായിട്ടും അത് വീഴില്ല. ഇതിനകത്ത് ഇപ്പം നഗരസഭയ്ക്ക് പിന്തുണ കൊടുക്കുന്നത് കേന്ദ്ര BJPയും കൂടെ ചേർന്നാണ്. ഇന്നലെ വരെ അങ്ങനെ അല്ലായിരുന്നു. രാജേഷ് അല്ലെങ്കിൽ ഇവിടുത്തെ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വത്തിലെ ചിലരൊക്കെ കൂടെ ചേർന്ന് ഇങ്ങനെ കൊണ്ടുപോയെന്നല്ലാതെ ഇപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് കേന്ദ്ര നേതൃത്വം. കാരണം രാജേഷിൻ്റെ കാലുവാരി അടിക്കാൻ പോയത്, രാജേഷിനെ കബഡികളി പോലെ നടത്തി അവസാനം കൊണ്ടുവന്ന് സ്വന്തം കസേരയിൽ തൊട്ട് കയറേണ്ടി വന്നത്, എഴഞ്ഞു വന്ന് കയറേണ്ടി വന്നതൊക്കെ നരേന്ദ്രമോദി അടക്കമുള്ളവർ കണ്ട് അതിശയിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. ഈ 6 മാസമായിട്ടുള്ള ഈ നഗരസഭ ഭരണം തുടങ്ങിയിട്ട്, പക്ഷെ നല്ല ഭരണമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ തിരുവനന്തപുരംകാരെല്ലാവരും പറയുന്നത് മൊത്തം ഒത്തുനോക്കുന്നതും. ഇപ്പോൾ VV രാജേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഓരോ പഞ്ചായത്തിൽ വരെ ആ വ്യക്തിനെ കുറിച്ച് അറിയാം. വേറെ ഏതെങ്കിലും നഗരസഭയിലുള്ള ആൾക്കാരുടെ പേര് നമുക്ക് ചോദിച്ചറിയാൻ പറ്റും? ഏതെങ്കിലും ചെയർപേഴ്സന്റെ പേര് ചോദിച്ചറിയാം? ഇന്ത്യയിൽ ചോദിച്ചറിയാം. അല്ല, ഇപ്പോൾ കേരളത്തിൽ ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ തിരുവനന്തപുരത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഞാൻ ഒരു കാര്യം ഇതുവരെ ആരും എവിടെയും ചോദിക്കാത്തൊരു കാര്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPയിൽ നിന്ന്, അതായത് പാർട്ടിക്കകത്ത് നിന്ന് വലിയ കുത്തൽ അദ്ദേഹത്തിനുണ്ടോ? വേണ്ടത്ര പിന്തുണ അദ്ദേഹത്തിന് നൽകിയില്ല എന്നൊരു പരാതി പലരും ഉന്നയിക്കുന്നുണ്ട്. രാജേഷ് അത് ഉന്നയിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് വലിയ സപ്പോർട്ട് അദ്ദേഹത്തിന് പാർട്ടിയുടെ ആ ഭാഗത്തു നിന്ന് കിട്ടിയോ എന്ന് സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ സജീവമായിട്ട് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് പാർട്ടിക്ക് ആവശ്യമുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് പാർട്ടി അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അത് BJPയിലെ കേരള ഘടകത്തിനും BJPയുടെ ജില്ലാ നേതൃത്വങ്ങൾക്കും പലപ്പോഴും അവസരത്തിനൊത്ത് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. രാഷ്ട്രീയത്തിൽ നമ്മൾ പറയില്ലേ, ഒരു തഴക്കവും പഴക്കവും ഇദ്ദേഹം തിളങ്ങുന്നതുകൊണ്ടാണ്. അദ്ദേഹം തിളങ്ങുന്നത് ഒരു വലിയ കാരണമാണ്. അത് ഇപ്പോൾ ഇന്ന് VD സതീശൻ കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ താരമാരും ചോദിച്ചാൽ അത് VV രാജേഷ്. അത് 2 കാരണങ്ങളാണ്. ഒന്ന്, VD സതീശൻ അങ്ങനെ തിളങ്ങാൻ കാരണം VD സതീശൻ്റെ പെരുമാറ്റവും പക്വതയും പാകതയും വർത്തമാനത്തിലെ ശൈലിയും ദിശാബോധവും കാര്യങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെ ഒരു അടുക്കും ചിട്ടയുമാണ്. ഏതാണ്ട് ഇതേ ശൈലി രാജേഷും പാലിക്കുകയാണ്. കാര്യങ്ങൾ അടുക്കും ചിട്ടയോട് ചെയ്യുന്നു, പറയുന്നത് പക്വതയോടുകൂടി പറയുന്നു, പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, മറ്റുള്ളവരെ വിമർശിക്കുന്നതിൽ അദ്ദേഹം വളരെ മിതത്വം പാലിക്കുന്നു. പറഞ്ഞാൽ തന്നെ അത് അവർ തിരുത്താൻ വേണ്ടി ഞാൻ പറയുന്നത് പോലെയാണ് പലപ്പോഴും പറയാറ്. അതൊക്കെ രാജേഷിനും ഒരു മഹത്വം വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ഗുണം ഇവർക്ക് രണ്ടുപേരും കിട്ടിയെന്നറിയാമോ? പിണറായി വിജയൻ എന്നുള്ള ഒരു വലിയ സിംഹത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുത്ത മിതവാദിയായ മര്യാദക്കാരനായ VD സതീശൻ എന്ന് പറഞ്ഞ പോലെ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ നിറഞ്ഞു തുള്ളിയിരുന്ന ഒരു ഒരു സ്ത്രീ, ആ സ്ത്രീത്വത്തിൻ്റെ അതിരുകൾ വിട്ട് അവർ പലപ്പോഴും പെരുമാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളിൻ്റെ കയ്യിൽ നിന്നും ഭരണം പിടിച്ചു വാങ്ങി പുരുഷനായിട്ട് പോലും അദ്ദേഹം വളരെ പക്വതയോടുകൂടി മിതത്വത്തോടുകൂടി ജനങ്ങളെ സ്വീകരിക്കുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, കേൾക്കുന്നു. രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനം കേൾക്കുകയാണ്. രാഷ്ട്രീയത്തിൽ കേൾക്കുന്നവന് മാത്രമേ ജനങ്ങൾ മുഖം കൊടുക്കുള്ളൂ. ശരി സാറേ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആശാനാഥ് ഒരു ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആശാനാഥിൻ്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്: ആശാനാഥിനെ കൊല്ലാൻ വരെ ശ്രമം നടത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ കൊല്ലാനുള്ള ഒരു സംവിധാനമൊക്കെ അവിടെ നടന്നിട്ടുണ്ടാകുമോ? ഒരു സൈൻ ചെയ്തില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു? എക്സാജറേഷൻ കുറച്ച് കാണുമെങ്കിലും ആശാനാഥിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പലരും നിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്.
ആശാനാഥിൻ്റെ ഇപ്പം ഈ ചൂടുവെള്ളം കോരി ഒഴിച്ചതിൽ ആശാനാഥിൻ്റെ മുഖത്തേക്കും കൂടെ വീണമെന്ന് ചേച്ചി ഒഴിച്ചു എന്നൊക്കെ പറയുന്നതുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എന്തായാലും ഇത്തരത്തിൽ സൗന്ദര്യമുള്ളൊരു മുഖത്തെ അല്പം ഒന്ന് വികൃതമാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആശാനാഥ് മുൻ മേയറുടെ സ്വഭാവം കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു പരാതിയുണ്ട്. ആശാനാഥിന് ഓവർ എക്സ്പോഷർ വരുന്നുണ്ടോ, മേയർ ഇത്ര മിതത്വമായിട്ട് പെരുമാറുന്നത്. എക്സ് മേയറുടെ ശൈലി അല്ല, പക്ഷേ എങ്കിൽ പോലും ആശാനാഥിന് അല്പം ഒരു എന്താ ഈ പൊസിഷനിൽ ഒരു നട്ടൽ എനിക്ക് ഒരു കശേരു നട്ടലിൽ കൂടുതൽ വന്ന പോലെ പ്രവർത്തിക്കുന്നോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. ആശാനാഥന് അത് ഭൂഷണമല്ല. ആശാനാഥ് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ്. ഇപ്പോൾ ചെല്ലുന്നിടത്തെല്ലാം വിജയം വരിച്ചിട്ടുള്ള ആളാണ് ആശാനാഥ്. പല വാർഡുകളിൽ മാറി നിന്നിട്ടും അവർ വിജയം കൊയ്തതാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ രാജേഷ് ശൈലിയായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വാസ്തവമാണ്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ നല്ല രീതിയിലാണ് കഴിഞ്ഞ 6 മാസം വരെ ഭരിച്ചുകൊണ്ടിരുന്നതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ഈ പഴുത്ത മാങ്ങയുള്ള മരത്തിലെ കല്ലെറിയുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് നല്ല ഭരണം കാഴ്ചവെക്കുന്ന സ്ഥലത്താണ് ഇവർ കയറി പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ജനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണമാണ് ട്രിവാൻഡ്രത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും മുന്നോട്ട് പോട്ടെ. ഇവരെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജനങ്ങൾക്കാണ് അതിൻ്റെ ഗുണവും ഇതെല്ലാം കിട്ടുക. ഇല്ല, ഇനി അതിനകത്ത് വീണ്ടും ഒരു നാട്യസഭയാകുകയാണെങ്കിൽ അത് തിരുവനന്തപുരക്കാർക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം ഉണ്ടാകുന്നത്. നാട്യസഭയാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ബി ജെ പി ആണ്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരുപക്ഷേ ഹാജർ ബുക്കിന് വേണ്ടി പിടിവലി കൂടാൻ പോകാതെ അത് LDF UDF ചോദിച്ചെങ്കിൽ അങ്ങ് ഇട്ടുകൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതിന് പകരം നമ്മുടെ ചെമ്പഴന്തി ഉദയനെ പോലുള്ളവരൊക്കെ അവിടെ വന്ന് അട്ടഹസിച്ചുകൊണ്ട് അത് പിടിച്ചു വാങ്ങാൻ പോയ രംഗമൊക്കെ രാജേഷ് കാണിക്കുന്ന മിതത്വം അദ്ദേഹത്തിൻ്റെ കൗൺസിലർമാർ കാണിക്കുന്നില്ല എന്നുള്ളൊരു ഇമേജ് നാട്ടിൽ വരുത്തിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ രാജേഷ് മികച്ചു നിൽക്കുകയും കൗൺസിലർമാർ ആ നിലവാരത്തിലേക്ക് ഉയരാതെ നിൽക്കുകയും ചെയ്താൽ അത് ഇപ്പോൾ BJPക്ക് കിട്ടുന്ന, രാജേഷിന് കിട്ടുന്ന ആ പിന്തുണയിൽ അല്പം കോട്ടം വരുത്തും. അതുകൊണ്ട് ചെമ്പഴന്തി ഉദയനെ പോലുള്ളവർ വളരെ മിതത്വം പാലിക്കണം. അദ്ദേഹത്തിനോടൊപ്പം ചാടി വരുന്നവരും ആ മിതത്വം പാലിക്കണം. പിടിവലി കൂടാനുള്ള വേദിയല്ല ഒരു സഭയും, അതിൽ പ്രത്യേകിച്ച് നഗരസഭ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വിനീതമായിട്ട് ജനങ്ങളോട് ഇടപഴകേണ്ട സഭയാണ്. ആ സഭയുടെ മാന്യത നാറ്റക്കേസില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണം. അതുമാത്രമല്ല, UDF എടുത്ത് പറയുകയാണെങ്കിൽ 102 സീറ്റോടുകൂടി നല്ല ഭരണത്തിൽ കാഴ്ചവെച്ച് VD സതീശൻ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ UDFും ഇവിടെ തിരുവനന്തപുരത്ത് ശബരിനാഥിൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ പോലും ഒരു വേറൊരു ശിവൻകുട്ടി ആവാതെ അത് നല്ല രീതിയിൽ തന്നെ ശബരിനാഥ് UDFന് നല്ല പേര് കിട്ടി. കാരണം UDFന് ഇപ്പോൾ നല്ലൊരു പേരുണ്ട്. ആ പേരിനെയാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശബരിനാഥൻ്റെ പേരാണ് എല്ലാവരുടെയും വലിച്ചെറിയുന്നത്. അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, ഞാൻ വേണ്ടായിരുന്നു, എന്ത് ബുദ്ധിക്കാണ് ഞാൻ ചെയ്തു പോയി തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ അഹങ്കാരത്തോടുകൂടി സുഗതനെ ഞങ്ങൾ പുറത്തിറക്കാതിരിക്കാൻ ശ്രമിക്കും. അദ്ദേഹം ആരാണത് പറയാൻ? അദ്ദേഹം ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയല്ല, അദ്ദേഹം ഇവിടുത്തെ മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം ഇവിടുത്തെ DGP അല്ല, അദ്ദേഹം ഇവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട് പോലും അല്ല. അദ്ദേഹം ഒരു വിനീതനായി അദ്ദേഹം പറയേണ്ടതിന് പകരം അദ്ദേഹം പറഞ്ഞു, സുഗതൻ ഇനി ഇറങ്ങുന്ന കാര്യം കാണിച്ചു തരാം. ഇതേ ഒരു അഹങ്കാരം പണ്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഈ രാഹുൽ മാങ്കൂട്ടം പോലീസുകാരോട് വരെ തട്ടിക്കയറിയത് എങ്ങനെയാണ്, നീ അടുത്ത ഇതിൽ നീ ഈ പോസ്റ്റിൽ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കാണാം, നീ പോലീസ് യൂണിഫോം ഇടുമെന്ന് വരെ വെല്ലുവിളിച്ച ആളാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹം തന്നെ ഇല്ല. ആ പോലീസുകാരിൽ നിന്നും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം അതുപോലെ തന്നെ സുഗതനെതിരെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അത് ഭരണം കയ്യിലുണ്ട് എന്നുള്ളതായിരിക്കാം. പക്ഷെ ആ ഭരണം ആഭ്യന്തരമന്ത്രി എന്റെ പോക്കറ്റിൽ, DGP എന്റെ കക്ഷത്തിൽ എന്നുള്ള രീതിയിലുള്ള ടോണായി പോയി. ശബരിനാഥനെയും അദ്ദേഹത്തിന്റെ വൈഫ് ആണെങ്കിൽ പോലും അവരെ ഞാൻ കുറ്റം പറയുന്നത് നല്ല പാരമ്പര്യവും നല്ല ഫാമിലിയും നല്ല മിതത്വവും നല്ല രീതിയിൽ ആൾക്കാരോട് സംഭാഷണം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അതേ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ അടുത്ത ഭരണത്തിൽ തുടർഭരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അതിലുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ അദ്ദേഹം പോട്ടെ. ഈ ഭരണം എന്തായാലും തിരുവനന്തപുരംകാർക്ക് നല്ല രീതിയിലാണ് കോർപ്പറേഷൻ പോകുന്നത്. ഇനി നാട്യസഭയല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.